ഹായ്, ഞാനിന്ന് ഒരു ബെഡ്ഷീറ്റ് ടൈ ആൻഡ് ഡൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളർ ബെഡ്ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ അവർക്ക് ഡാർക്ക് കളറ് ചൂസ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം അവരെപ്പോഴും അഴുക്കാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഡാർക്ക് കളറുള്ള റെഡ്, റോയൽ ബ്ലൂ എന്നീ കളറുകൾ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂവിനെ ഒന്ന് ഡാർക്കാക്കി കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ബെഡ്ഷീറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ലൈറ്റ് ബ്ലൂ ബെഡ്ഷീറ്റുമേ 3 കെട്ടുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഈ 3 കെട്ടുകളിൽ വൺ സൈഡ് യെല്ലോയും നെക്സ്റ്റ് സൈഡ് ഡാർക്ക് ബ്ലൂ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ നേവി ബ്ലൂ പോലെയുള്ള കളറാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നത്തെ കളറ് റെഡാണ്. ഈ 3 കളേഴ്സും നമ്മൾ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷീറ്റ് നീർത്തി വരുമ്പോൾ നമുക്കത് മിക്സഡ് കളേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 3 കളറും അതിൻ്റെ കൂടെ ഇടയിലൊക്കെ ലൈറ്റ് ബ്ലൂ കളറും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനിത് ചെയ്തത്. ഇത് പില്ലോ കവറിൽ ഞാൻ ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഉള്ള പില്ലോ കവറിൽ നേവി ബ്ലൂവും അതുപോലെ റെഡും മാത്രമേ മുക്കിയിട്ടുള്ളൂ. ഈ 3 കളേഴ്സും കൂടി മുക്കിയ ബെഡ്ഷീറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇങ്ങനെയാണ് ടൈ ആൻഡ് ഡൈ ചെയ്യുന്നത്. തിളച്ച വെള്ളത്തിൽ നമ്മൾ ചായം ടൈ ആൻഡ് ഡൈ ചെയ്യുന്ന പൗഡർ ഇട്ടതിന് ശേഷമാണ്. അപ്പം 3 പാത്രത്തിൽ വേണം നമുക്ക് വെള്ളം വയ്ക്കാൻ. ഈ 3 പാത്രം കഴിഞ്ഞ് അത് മുക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അത് നമ്മൾ മിക്സ് ആവാതെ വേണം ഇടാൻ. അത് ചിലപ്പോൾ പിടിച്ച് നിൽക്കേണ്ടി എന്ന് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ലൈറ്റ് ബ്ലൂ ബെഡ്ഷീറ്റായിരുന്നു. ഈ ലൈറ്റ് ബ്ലൂ ബെഡ്ഷീറ്റ് ഞാൻ ഇത്തിരി ഡാർക്കാക്കിയതാണ്. റെഡും യെല്ലോയും റൂബി ബ്ലൂവും കൂടി റോയൽ ബ്ലൂവും കൂടി മിക്സ് ആക്കിയിട്ട് കെട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം 3 സൈഡിലായിട്ട് ചായം മുക്കിയതാണ്, ഡൈ ചെയ്തതാണിത്. അതിൻ്റെ പില്ലോ കവറാണിത്. ഈ പില്ലോ കവർ ബ്ലൂവും റെഡും മാത്രം മുക്കിയുള്ളൂ. ഈ ബെഡ്ഷീറ്റ് ഇത് രണ്ടും കൂടി ഒരുമിച്ചിടാണെങ്കിൽ അത് ഒരുമിച്ചിടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഇടണമെങ്കിൽ സെപ്പറേറ്റ് ഇടാം. രണ്ടും ഒരേപോലെയുള്ള ഡിസൈനാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഈസിയായ കാര്യമാണ്. നമുക്ക് ടൈ ആൻഡ് ഡൈയുടെ പൗഡർ വാങ്ങിച്ചാൽ മാത്രം മതി. ആ പൗഡർ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇടണു. നമുക്ക് കല്ലുപ്പ് ഇടുന്നു. അതോടുകൂടി അതിൽ തുണി മുക്കണം. ഏത് തുണിയാണ്, ഏത് ബെഡ്ഷീറ്റാണോ അല്ലെങ്കിൽ ഏത് ഡ്രസ്സാണോ നമുക്ക് ടൈ ആൻഡ് ഡൈ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആ കളറിൽ മുക്കാം. അത് ഡിഫറെൻറ്റ് ഡിസൈനായിട്ട് നമുക്ക് മുക്കാം. അത് ഒരു കളറ് മാത്രമായിട്ടും നമുക്ക് മുക്കാം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കും. ഓക്കെ, താങ്ക് യു.